മുസ്ലിം ലീഗ് ഇല്ലാതെ UDF ഉണ്ടോ? ഇല്ല. കാരണം അതിന്റെ ബേസ് മുസ്ലിം ലീഗാണ്. കാരണം ഈ UDF സംവിധാനം ഉണ്ടാവുന്നതിന് മുസ്ലിം ലീഗിന്റെ ഒരു എന്താ പറയുക പ്രത്യേക താല്പര്യത്തിന്റെ പുറത്താണ്. കേരളം രൂപം കൊണ്ടുവന്ന് 57 ഗവൺമെന്റ് വരുന്നു, 59 പിഴിച്ചു വിടുന്നു, പിന്നെ അതേ പട്ടനാട് പിള്ളേരുടെ ഗവൺമെന്റ് വരുന്നു, പിന്നെ സപ്തകാശി ഗവൺമെന്റ് EMS, ഇതൊക്കെ അല്പായുസുകളാണ്, ഒന്നും കാലാവധി കഴിച്ചിട്ടില്ല. അങ്ങനെ കേരളത്തിൽ മൊത്തം ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന ഡെവലപ്മെന്റ് ഉണ്ടാവില്ല, വളർച്ച ഉണ്ടാവില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരും. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ അന്ന് പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ് മലബാർ. ഈ തിരുവിതാംകൂറൊക്കെ എന്ന് വെച്ചാൽ അന്നത്തെ സിംഗപ്പൂരിന് തുല്യമായ രീതിയിൽ വളർന്നു. അതിന് കാരണം SRCP ആണ് പ്രധാനമായിട്ടും. SRCPയും രാജകുടുംബമാണ് ആദ്യം മനസ്സിലായത്. നമ്മൾ പലപ്പോഴും ചരിത്രം എഴുതുമ്പോൾ ചിലതൊക്കെ അങ്ങ് കണ്ടില്ലെന്നടിക്കും. തിരുവിതാംകൂർ ആ ഘട്ടത്തിൽ സിംഗപ്പൂരിന് തുല്യമായ പ്രദേശം, ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള പ്രദേശമാണ്. അതിനിവിടെ ഇഷ്ടംപോലെ നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. ഇവിടെ ബ്രിട്ടീഷുകാർ വന്ന് ആ സമയത്ത് ബ്രിട്ടീഷ് എഡ്യൂക്കേഷനൊക്കെ ആദ്യം വന്ന സ്ഥലമുണ്ട്. ആദ്യത്തെ കോളേജ് തുടങ്ങുന്നു, ആദ്യത്തെ സ്കൂൾ തുടങ്ങുന്നു. പിന്നെ ഈ പറഞ്ഞ രാജകുടുംബം തന്നെ ആംഗ്ലിക്കനൈസ് ചെയ്യപ്പെടുന്നു. ഒരു ഹിന്ദുക്കളാണ്, പക്ഷെ ഇംഗ്ലീഷ് പഠിക്കുന്നു, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള മാറ്റങ്ങൾ അവർ ഉൾക്കൊള്ളുന്നു. ക്രിസ്ത്യൻ മിഷണറി സിസ്റ്റമാറ്റിക്കായി പറഞ്ഞ് വിദ്യാഭ്യാസം ജനകീയമാക്കുന്നു. റബ്ബർ പ്ലാന്റേഷൻസ് വരുന്നു ഈ കോട്ടയം മേഖലയിൽ. ഈ റബ്ബർ പ്ലാന്റേഷൻ പണിക്കാരായി പോയവർ പിന്നെ എന്ത് ചെയ്യുന്നു, കുറച്ച് ഭൂമിയിൽ അവർ റബ്ബർ പ്ലാന്റ് ചെയ്യുന്നു. അവർ പിന്നെ അടുത്ത റബ്ബർ പ്ലാന്റർമാരായിട്ട് മനസ്സിലായില്ലേ? പത്രങ്ങൾ വരുന്നു. ഇതെല്ലാം നടന്ന സ്ഥലമാണ് തിരുവിതാംകൂർ. വ്യവസായങ്ങൾ വരുന്നു. രാജകുടുംബം തന്നെ വ്യവസായത്തിലേക്ക് പോകുന്നു. ആസ്പിൻ വാൾ കമ്പനി. രാജകുടുംബം തന്നെ ഏറ്റവും ബെനവലന്റ് ആയിട്ടുള്ള ഏറ്റവും ജനക്ഷേമം മുൻനിർത്തി പ്രവർത്തിച്ചിരുന്ന രാജകുടുംബം കൂടിയാണ്. അവരെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പിന്നെ ജാതീയ ആദ്യം ഈ പറയുന്ന ഈ ഹിന്ദു മതത്തിലെ ജാതീയതയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പതുക്കെ അവർ മറ്റ് OBC-ക്കാർ ഉൾക്കൊള്ളുന്നു. അയ്യങ്കാളിനെ പിടിച്ച് പ്രജാമണ്ഡലത്തിൽ ഇരുന്നു. ക്രിസ്ത്യാനികൾക്ക് പ്രജാമണ്ഡലത്തിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നു. ഓരോ വിഭാഗത്തിന് ആദ്യം ഈ നിയമസഭ ശ്രീമൂലം പ്രജാസഭയിലും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ പരദേശി ബ്രാഹ്മൺസ് ആയിരുന്നു. പിന്നെ കേരള മെമ്പർ വരുന്ന നായന്മാർ വരുന്നു, ഈഴവ മെമ്പർ ഈഴന്മാർ വരുന്നു, ഈഴവാസ് വരുന്നു, നസ്രാണി മെമ്പർ നസ്രാണികൾ വരുന്നു, മുസ്ലിങ്ങൾ വരുന്നു. അങ്ങനെ ഓരോരുത്തരെയും പതുക്കെ നമ്മൾ 40 ആകുമ്പോൾ തിരുവിതാംകൂർ വളരെ ഇൻക്ലൂസീവായി പോകുന്നൊരു പ്രദേശമാണ്. പിന്നെ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം പൊളിറ്റിക്കലായിരുന്നു. അതിനെപ്പറ്റി നമ്മൾ വേറൊരു പോകുന്നില്ല. പക്ഷെ മലബാർ ഇതായിരുന്നില്ല. മലബാർ വളരെ ബ്രിട്ടീഷുകാരുടെ അഴിമതിയും പിന്നെ അതുപോലെ കലാപങ്ങൾ ഉണ്ടോ ബ്രിട്ടീഷുകാർ ഭീകരമായി അടിച്ചമർത്തി. അതിൽ ഏറ്റവും വലിയ വില കൊടുക്കേണ്ടത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നതുകൊണ്ട് തന്നെ അവരെല്ലാ രീതിയിലും അവർ ഈ സമൂഹത്തെ അടിച്ചമർത്തിയിട്ടുണ്ടായി. ഭയങ്കര ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ആയിരുന്നു. അന്ന് ഉറൂബിൻ്റെയൊക്കെ നോവൽ വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അവിടെ എന്തുവാന്ന് കഷ്ടപ്പാടുണ്ടായിരുന്നുള്ളത്. പിന്നെ ഈ സമൂഹത്തിൽ തന്നെ ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്കുള്ള മുസ്ലിം പുരോഹിതന്മാരെ പോലെ അന്നത്തെ കേരളത്തിലെ മതപുരോഹിതന്മാർ അവർ ആധുനിക വിദ്യാഭ്യാസത്തിനൊക്കെ എതിരായിരുന്നു. അപ്പോൾ ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഫസൽ ഗഫൂർ സാറിന്റെ വാപ്പയൊക്കെ തുടങ്ങിയ സമയത്ത് അവരൊക്കെയാണ് ഇവിടുത്തെ മുസ്ലിംസിനിടെ നവോത്ഥാനം അവരുടെ കുടുംബത്തിലാണ് സത്യത്തിൽ ഉണ്ടാവുന്നത്. രണ്ട് മുസ്ലിം കുടുംബങ്ങൾ തമ്മിൽ അടി ഉണ്ടാവുകയും നിരന്തരം അടിയായിരുന്നു. ഈ ആനപ്പകല അച്ചാമ്മയും മറ്റേ അഞ്ഞൂറാൻ തമ്മിൽ അടിയായിരുന്നു കൊടുങ്ങല്ലൂർ രണ്ട്. അതിൽ ഒരു കുടുംബം മൂപ്പരുടെ കുടുംബമാണ് ഫസൽ ഗഫൂർ സാറിന്റെ. അപ്പോൾ ഈ അതിൽ പക്ഷേ അവിടെ ക്രിസ്ത്യൻ മിഷണറീസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ സ്ഥാപിച്ചിരുന്നു. പുതിയ തൃശ്ശൂരായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. കൊടുങ്ങല്ലൂരാണ് ഇവിടെ വീട്. അപ്പം അവിടേക്കുള്ള മുസ്ലിം പയ്യന്മാർ ഈ മോഡേൺ എഡ്യൂക്കേഷൻ കിട്ടുകയും അവർ അവസാനം തീരുമാനിക്കുന്നു ഇനി അങ്ങോട്ട് പരം കൊലപാതകങ്ങൾ വേണ്ട, അത് അടുത്ത കുടുംബത്തിൽ പോയി പറയും. അങ്ങനെയാണ് മുസ്ലിം ഐക്യസംഘം ഉണ്ടാകുന്നത്. ഈ മുസ്ലിം ഐക്യസംഘത്തിൽ നിന്നാണ് മുസ്ലിംസിൻ്റെ ഇടയിൽ നവോത്ഥാനം ഉണ്ടാകും. നവോത്ഥാനം എന്ന് പറയുന്നത് ഇവിടെ നവോത്ഥാനം ഉണ്ടായിട്ടില്ല ഒരു സമൂഹത്തിൽ. മതപരിഷ്കരണ ജാതി പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു, സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഇവിടെയുള്ള ഈ സോക്കോൾഡ് വലിയ ഡയലോഗിക്കുന്ന പുരോഹിതന്മാരൊക്കെ അതിനെതിരായിരുന്നു. അവർ സമുദായത്തിൻ്റെ വളർച്ച വലിയ ഘട്ടം വരെ പിന്നോട്ട് വലിച്ചിട്ടുണ്ട്. ആദ്യം മലയാളം പഠിക്കുന്നതിനായിരുന്നു, പിന്നെ ഇംഗ്ലീഷ് പഠിക്കുന്നതിനായിരുന്നു. അങ്ങനെയായിരുന്നു അവരുടെ രീതി. അപ്പം അങ്ങനെ പിന്നോക്കം നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് വളർച്ച ഉണ്ടാവണമെങ്കിൽ കേരളത്തിൽ രാഷ്ട്രീയ സ്ഥിരത വേണം മുസ്ലിം ലീഗിന് മനസ്സിലാക്കുകയും അങ്ങനെ അവർ ഡൽഹിയിലെ CPI നേതൃത്വമായിട്ട് ബന്ധപ്പെടുകയും കോൺഗ്രസുമായിട്ട് സംസാരിക്കുകയും അച്യുതമേനോനെ മുഖ്യമന്ത്രിയാകാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അച്യുതമേനോൻ 60s അവസാനം മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെയാണ് 5 വർഷം തേച്ചത്. പിന്നെ തുടർച്ചയായി ഭരണം കിട്ടുകയും ചെയ്തു. അടിയന്തരാവസ്ഥ ആ സമയത്ത് അതിന് മുമ്പാണ് 60s അവസാനം. അപ്പോൾ അച്യുതമേനോൻ കണ്ടിന്യൂസ് ആയിട്ട് പറ്റി. അങ്ങനെയാണ് ഭരണ സ്ഥിരത വന്നത്. അതിനുശേഷം പിന്നെയും വന്നു. പിന്നെയും PKB കർണാടക ഇടയ്ക്ക് വരുന്നു, ആന്റണി വരുന്നു. ഒരു 60 ദിവസം നമ്മുടെ CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായിരുന്നു. പിന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ആയിരുന്നു. അവിടെയാണ് ലീഗ് രണ്ടാമത് ഇടപെടുന്നത്. അങ്ങനെ ഇടപെട്ടാണ് ഇന്ന് കാണുന്ന അന്ന് ആദ്യം UDF രൂപം കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ മാണിസാറില്ല, മാണിസാറിന് LDF-ന്റെ കൂടെ. പിന്നെയാണ് മാണിസാറിന്റെ കന്നാനം തന്ത്രപരമായി ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരും. അപ്പൊ ഈ UDF ഉണ്ടാക്കുന്ന K കരുണാകരൻ അതുപോലെ തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം സമുദായത്തിന്റെ പ്രശ്നം തന്നെയായിരുന്നു. അങ്ങനെ അവര് ഇവിടെ തുടർഭരണല്ല പിന്നെ അധികാരത്തിൽ വരുന്നു. 5 വർഷം കൂടുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ലീഗ് കൈകാര്യം ചെയ്തു.
അത് പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് വെച്ചാൽ ആഭ്യന്തരമൊന്നുമല്ല. ആഭ്യന്തരം കിട്ടി എന്ത് ചെയ്യാൻ, വല്ല കള്ളക്കടത്തിന് രക്ഷപ്പെടുത്താൻ പറ്റുന്നല്ലാതെ. ആഭ്യന്തര പ്രധാനപ്പെട്ട വകുപ്പുകൾ വിദ്യാഭ്യാസം, അടിമുടി മാത്രം, പൊതുമരാമത്ത്, റോഡുകൾ ഉണ്ടാക്കുക, പഞ്ചായത്ത്, വ്യവസായം, ഇത് അവരെടുക്കുന്നു. അല്ലെ ഇപ്പം ലീഗ് ആഭ്യന്തരം എടുത്താൽ വലിയ പ്രശ്നമായി പോകുന്നു. ഇപ്പോൾ പണ്ടേക്ക് BJP സീറ്റ് കിട്ടുമായിരുന്നു. ലീഗ് തന്ത്രപരം എന്ത് ഇത് വേണ്ട, ആഭ്യന്തരം വേണ്ട, ധനകാര്യം വേണ്ട, മെനക്കെടുത്ത വകുപ്പാണ്, നമുക്ക് പൈസ കിട്ടിയാൽ പോരെ. ഇതാണെങ്കിൽ താഴെ തട്ടി ചെയ്യാൻ വലിയ കംപ്ലൈന്റും വരില്ല. അപ്പൊ അങ്ങനെ ആണ് മലബാറിലൊക്കെ ഇഷ്ടംപോലെ റോഡുകൾ ഉണ്ടാകുന്നത്. ഈ തവണ ഗൾഫ് പോകണം ഇഷ്ടംപോലെ വരുന്നു. ഈ സമയമാകുമ്പോഴേക്ക് ഗൾഫ് മൈഗ്രേഷൻ വരുന്നു. അപ്പൊ ഗൾഫ് പോകണം വന്ന സമയത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി വ്യവസായം, കുഞ്ഞാലിക്കുട്ടി ഒക്കെ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ സമുദായത്തിന്റെ ഒരു വളർച്ച ചാനലൈസ് ചെയ്യുന്നതിൽ ലീഗിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. അപ്പൊ ലീഗിന്റെ ആദ്യ കാലഘട്ടം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ലീഗ് ഉണ്ടായിരുന്നു. അത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആയിരുന്നു. ആ ലീഗിന്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ ലീഗ്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയതോട് കൂടിയിട്ട് ജിന്നെ വരെ കൂടെ കൂട്ടിയില്ല. ഇവര് ജിന്നനെ പോയി കണ്ടപ്പോൾ വന്ന് നിങ്ങൾ അവിടെ ഇന്ത്യക്കാരായി തുറന്നാൽ മതി. അങ്ങനെ തിരിച്ചിവിടെ വന്നാണ് IUML ഉണ്ടായത്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ലീഗ് എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ എൻ്റെ വല്യാപ്പയൊക്കെയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. അവർക്കൊക്കെ എതിരെ നിന്ന് അവരൊക്കെ എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുക്കളെന്ന് തോന്നുന്ന ടീമാണ്. അല്ലെ മാപ്പിളസാം വേണം, പാകിസ്ഥാൻ പോലെ മാപ്പിളസാം വേണം. പക്ഷെ ആ തെറ്റ് അവർ മനസ്സിലാക്കി. പിന്നെ അവരെന്ന് വെച്ചാൽ IUML രൂപീകരിച്ചതിന് ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആവുന്നതോടുകൂടി നമ്മൾ തങ്ങൾ ഫാമിലിയൊക്കെ സജീവമായി ലീഡർഷിപ്പിലേക്ക് വരുന്നു. അതിന് മുമ്പ് ഈ ബോറ മുസ്ലിമോ മറ്റോ ആയിട്ടുണ്ടായിരുന്ന ഒരു മൂസ സേട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം നീലഗിരി നിയോജക മണ്ഡലത്തിൽ നിന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ മെമ്പറായിരുന്നു. പിന്നെ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയി. അവിടെ പാകിസ്ഥാനിലെ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു അദ്ദേഹം. മൂസ സേട്ടൊക്കെ ആയിരുന്നു അന്ന് നേതാവ്. പിന്നെയാണ് നമ്മുടെ തങ്ങൾ ഫാമിലി CH ആയിരുന്നു അതിന്റെ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു മുഖം പാർട്ടിയുടെ. ഇത് വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അവർക്ക് ആ തെറ്റുകളെല്ലാം മനസ്സിലായി. അന്നിപ്പോൾ നമ്മുടെ വല്യാപ്പനെ പോലെയുള്ള കോൺഗ്രസ് മജ്ലിസ് പാർട്ടിയാണ്, മുസ്ലിങ്ങളായ ദേശീയവാദികളായ കോൺഗ്രസ്സുകാർ വർക്ക് ചെയ്ത പാർട്ടിയാണ്. അവരുണ്ടാക്കിയ പാർട്ടി. അബ്ദുൾ റഹ്മാൻ സാഹിബ്, പിന്നെ മൊയ്തു മൗലവിയൊക്കെ അതിന് നേതാക്കന്മാർ. അതിന്റെ താഴെത്തട്ടിലെ നേതാക്കന്മാർ, അതിന്റെ ലോക്കൽ നേതാക്കന്മാർ എന്തൊക്കെയാണ്. ഇവരുടെ ലൈൻ അവരെടുത്തു, ലീഗ് എടുത്തു. എന്നിട്ട് ലീഗ് അന്ന് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ് മലബാർ. അപ്പൊ മദ്രാസിൽ അന്ന് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല. വേണമെങ്കിൽ ഇടതുപക്ഷത്തിന് ഭരിക്കുക, കോൺഗ്രസിന് ഭരിക്കുന്ന അവസ്ഥയില്ല. പ്രകാശം എന്ന് പറഞ്ഞിട്ടുള്ള കോൺഗ്രസ് നേതാവിന് പോയിട്ട് അങ്ങോട്ട് സപ്പോർട്ട് കൊടുക്കുന്നു, അതൊന്നും തിരിച്ചു മേടിക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് അന്ന് ലീഗിന് ആക്സെപ്റ്റൻസ് നേടിയെടുത്തത്. പിന്നെ കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോഴും ഇവരങ്ങോട്ട് സപ്പോർട്ട് കോൺഗ്രസിന് മലബാർ ലീഗ് ഘട്ടത്തിൽ സീറ്റ് പോകുന്നു. കാരണം അവിടെയുള്ള ഹിന്ദുക്കളുടെ ഇടയിൽ, എസ്പെഷ്യലി തീയന്മാരുടെ ഇടയിൽ CPM അതിശക്തമായി വളർന്നു. CPM അല്ല CPI, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, ശക്തമായി വളർന്നു. സോഷ്യലിസ്റ്റുകളും വളരുന്നു. മുസ്ലിംസിന്റെ കയ്യിൽ കോൺഗ്രസ് ഈ മുസ്ലിം വോട്ടുകൾ ലീഗിനും കിട്ടുന്നു. അപ്പൊ കോൺഗ്രസിന് അവിടെ വോട്ടില്ല. കുറച്ച് നായേഴ്സിന്റെ വോട്ടാണ് അവിടെ കോൺഗ്രസിന് കിട്ടാനുള്ളത്. അപ്പം കോൺഗ്രസിന് അവിടെ സീറ്റ് പോകുന്നു. തെക്ക് കോൺഗ്രസിന് സീറ്റ് വരും, തെക്ക് CPM സീറ്റ് കുറവാണ്, വടക്ക് CPM സീറ്റ് കൂടും. ലീഗ് അങ്ങനെ തന്നെ നിൽക്കുന്നു. ലീഗിന് കൺസോൾട്ടേറ്റഡ് ആണ്. അത് മൂസാസായിട്ട് ജയിച്ച ആ മണ്ഡലങ്ങളൊക്കെ, ആ പ്രദേശങ്ങളൊക്കെ തന്നെ കേരളത്തിലുള്ളത് ഇപ്പോഴും ലീഗിന് വളരെ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ശക്തമായി നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. അപ്പം അങ്ങനെ ലീഗ് ആ ഘട്ടത്തിലാണ് കോൺഗ്രസ് ഇവരൊക്കെ ആദ്യം പതുക്കെ ഇവരൊരു അലയൻസ് ഒക്കെ ഉണ്ടാക്കുന്നു. അതിനെ നെഹ്റു ശക്തമായി എതിർക്കുന്നു. പിന്നെ അത് അവസാനം നെഹ്റു സമ്മതിക്കും. നെഹ്റു ലീഗിനെ ചത്ത കുതിരാന്നൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ ഒരിക്കല് അതൊക്കെ കഴിഞ്ഞിട്ട് കോൺഗ്രസിന്റെ സഖ്യത്തിൽ ഇവർ വരുന്നു. ഇടതുപക്ഷം ഇവരെ സഖ്യത്തിൽ നോക്കി. ഇവർ ആദ്യമായിട്ട് മന്ത്രിസഭയിലൊക്കെ എടുത്തിട്ട് മലപ്പുറം ജില്ലയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ EMS ആണ്. അപ്പം ഈ സമയത്ത് മറ്റാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത് അവർ ദേശീയവാദികളായ ഒരു മുസ്ലിം സമൂഹമാണെന്നൊക്കെ പിന്നെ പറയുന്നത്. ആദ്യം ചത്ത കുതിര എന്നൊക്കെ പറഞ്ഞിട്ട്. ലീഗിന് നെഹ്റുവിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയ ലീഗാണല്ലോ. അപ്പം പിന്നെ പതുക്കെ ഇവര് ഈ സമയത്ത് വളരെ സെക്യുലർ ആണ്. ആ ഒരു സെക്യുലർ സ്വഭാവം. അപ്പൊ ആദ്യകാലത്ത് കമ്മ്യൂണൽ ലീഗ് എന്ന് വെച്ചാൽ എന്താണ്, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, അതിനുശേഷം CHന്റെ ഒക്കെ സെക്യുലർ പാർട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം വളരെ കൺസോൾട്ടേറ്റ് കേരളത്തിലെ ഏറ്റവും മുന്നോക്ക സമുദായങ്ങളൊന്നായി, ഇപ്പോൾ OBC ആണെങ്കിൽ പോലും മുസ്ലിം സമുദായം മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം മുസ്ലിം ക്രിസ്ത്യൻസിനോടൊക്കെ തത്തുല്യമായ അവസ്ഥയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന സമൂഹം. ഈ സമയത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി ഇതൊന്നും പോരാ, നമ്മൾ ഇങ്ങനെ ഇവിടെ ജീവിച്ചാൽ മാത്രം പോരാ, നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിനും കൂടി നമ്മൾ ശ്രദ്ധിക്കണ്ടേ, അതിന് നമ്മൾ ഇസ്ലാമിനെ വളർത്തണ്ടേ എന്നൊക്കെ പറയുന്ന കുറെ സലഫിസ്റ്റുകളും ജമാഅത്തെ ഇസ്ലാമിന്റെ കുറെ ആളുകളും ഇവരാണ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഇവർ പതുക്കെ ലീഗിന്റെ ആളുകളെ സ്വാധീനിച്ചോളും. ഇവർ ലീഗിലേക്ക് നുഴഞ്ഞു കയറാൻ നോക്കിയപ്പോൾ പല ആളുകളെ അവർ പിടിച്ച് പുറത്താക്കി. അവരിപ്പം വേറെ ചില പുരോഗമന ശക്തികളുടെയൊക്കെ അടുക്കളയിൽ അവിടെ ഇവിടെയൊക്കെ കഴിഞ്ഞുകൂടുന്നുണ്ട്, അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ട്. പക്ഷേ ഈ ലീഗിന്റെ പിള്ളേരുടെ ചിന്താഗതി ഇവർ സ്വാധീനിച്ചു തുടങ്ങി. നിങ്ങളിപ്പോൾ പലപ്പോഴും ലീഗിന്റെ പയ്യന്മാരൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെ സംസാരിക്കുന്നു. മുമ്പൊക്കെ ലീഗ് എന്നെയൊക്കെ പോലെ മലബാർ പക്ക ആക്സെന്റ് ആയിരുന്നു. ഇപ്പൊ അതല്ല,
ഈ അച്ചടി അച്ചടിച്ചു ഇതെന്ന് വെച്ചാൽ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഈ മുജാഹിദുകൾ തുടങ്ങിയ പരിപാടിയാണ്. ഈ ഇതിന്ന് വരുന്ന പിള്ളേരാണ് ഇപ്പം ഈ ലീഗിന്റെ വലിയ വക്താക്കളായി ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്ത് പറഞ്ഞാലും സംഘി എന്നുവെച്ചാല് ബി ജെ പിക്ക് ഏറ്റവും വലിയ അടി കൊടുക്കാൻ ഞങ്ങൾ ലക്ഷ്യം എന്നൊക്കെ പറയാം. ഇന്ത്യയെ പറ്റി നല്ലത് പറഞ്ഞാൽ പോലും സംഖ്യയാക്കുന്ന ഒരു അവസ്ഥ. ഇത് വന്ന് എന്ത് സംഭവിച്ചെന്ന് വെച്ചാല് അവിടുത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ ലീഡർഷിപ്പിനൊന്നും ഒരുപക്ഷെ ഈ മറ്റേ ഇവരൊക്കെ ഉണ്ട് പോപ്പുലർ ഫ്രണ്ട് ഒക്കെ ശക്തി പ്രാപിക്കുന്നു അല്ല അതാണ് അതിന്റെ ഒരു കാര്യം. ഈ മലബാറിൽ എന്ത് ഇത്തരം വിദ്യാഭ്യാസ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെയും ഇവിടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ വളർന്നു വന്ന ലീഗ് കുടുംബത്തിൽപ്പെട്ട പിള്ളേർ അവരുടെ ബോധം എന്തിന് ജമാഅത്ത് ഇസ്ലാമിയും ഈ പറഞ്ഞ സലഫി പ്രസ്ഥാനങ്ങൾ സ്വാധീനിച്ചു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവരെ മുസ്ലിങ്ങൾ ലീഗ് ഒന്നും ചെയ്യുന്നില്ല. ലീഗാണ് എന്തെങ്കിലും ചെയ്തത്. ലീഗ് ചെയ്തുകൊണ്ടാണ് ഈ ഇന്ത്യയിലെ ഒന്നാമത്തെ എവിടെയും മുസ്ലിം കമ്മ്യൂണിറ്റി ആയിട്ട് ഇവർ നിൽക്കുന്നത്. മനസ്സിലായോ? പക്ഷെ ലീഗ് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ കാര്യം മാത്രമല്ല അപ്പുറത്തെ സ്വർഗത്തിലെ കാര്യം കൂടി നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി കൂടി എന്തെങ്കിലും ചെയ്യണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ലീഗ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി തുടങ്ങി. അങ്ങനെ ഇവന്മാർ പതുക്കെ വളർന്നു. കാരണം പണ്ടത്തെ മുസ്ലിംസിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസവും ഈ പറയുന്ന തന്നെ മാതിരി ഭക്ഷണമൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. അതൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇതൊക്കെ കിട്ടിയാൽ ബിരിയാണി കഴിച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ അടുത്ത ലോകത്തെ പറ്റിയ ചിന്ത അത് കത്തിക്കുന്ന ആളുകളായിട്ടാണ് SDPI ഒക്കെ വരുന്നത്. അവർക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമി സലഫി സ്കൂളുകളും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പൊ ലീഗിനും പേടിയായി. ഇതൊക്കെ ഇനിയിപ്പം വളരെ പ്രോഗ്രസീവ് ആയിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാ ചിലപ്പോൾ പണി കിട്ടും. അങ്ങനെ അതിന്റെ പക്ഷെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഇത് ബാധിച്ചിട്ടുണ്ട്. മൂപ്പര് പോയി പണി നോക്കാൻ പോയി. മൂപ്പര് രീതി എങ്ങനെയാണ് അന്നത്തെ ലീഡർഷിപ്പ്. പക്ഷെ പുതിയ പയ്യന്മാരെ ഇത് സ്വാധീനിച്ചു തുടങ്ങി. അതിൽ ആ വെട്ടിൽ വീണു പോയ ഒരാളാണ് ഇപ്പൊ സാദിഖ് അലി തങ്ങൾ. സാദിഖ് അലി തങ്ങൾ വളരെ സെക്കുലർ ആയിട്ടുള്ള മനുഷ്യനാണ്, ശിഹാബ് തങ്ങളെ പോലെ. പക്ഷേ ഈ ഹാഗിയ സോഫിയ പള്ളി തിരിച്ച് ഇസ്ലാമികവൽക്കരിച്ചപ്പോ മൂപ്പര് ലേഖനം അങ്ങോട്ട് എഴുതി. അതോട് കൂടിയിട്ടാണ് UDF താരുന്നത്. ഈ ദുആ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിക മതപ്രബോധനം നടത്തുകയും മറ്റു മതങ്ങളെ നെഗറ്റീവായി കാണിക്കുകയും ചെയ്യുന്ന മുജാഹിദുകളുടെ ടീമുണ്ട്. അക്ബറിന്റെ ഒക്കെ സ്നേഹ സംവാദത്തിന് വിളിച്ചിട്ട് ക്രിസ്ത്യാനികളെ അപമാനിക്കും, എന്ന് ചിരിച്ചുകൊണ്ട് അപമാനിക്കും, ഹിന്ദുക്കളെ അപമാനിക്കും, ആളുകളെ കൂട്ടുക. ഈ സക്കീർ നായിക് സ്റ്റൈലാണ് ഇവിടെ, സ്റ്റൈലാണ്. ഇതിന്റെ അപ്പുറത്ത് പെന്തക്കോസ്തുകാരും ചെയ്യുന്നുണ്ട്. പെന്തക്കോസ്തുകാർ ഇവിടെ മാനിയായിട്ട് സംസാരിക്കുന്നു, വേറെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നെഗറ്റീവായിട്ട് സംസാരിക്കും. അപ്പൊ ഇതോടുകൂടി ക്രിസ്ത്യാനിക്ക് പേടിയായി തുടങ്ങി. പിന്നെ പല ക്രിസ്ത്യൻ കുടുംബങ്ങളും ഒക്കെ കല്യാണം കഴിച്ച് പിള്ളേരെ കൺവേർട്ട് ചെയ്യുന്ന പ്രശ്നം വന്നു. കൺവേർട്ട് ചെയ്തും പോട്ടെ, അത് അങ്ങോട്ട് ക്രിസ്ത്യാനികളും കൺവേർട്ട് ചെയ്യാറുണ്ട്. ഈ ഇങ്ങനെയുള്ള പിള്ളേരെ ജിഹാദിനുണ്ടോ എന്ന പ്രശ്നം വന്നു. ഇതൊക്കെ അന്ന് ക്രിസ്ത്യാനി കമ്മ്യൂണിറ്റിക്ക് പേടി വന്നു. എന്നിട്ട് അവർ കാര്യമാക്കാവുന്ന സമയത്താണ് ഈ ലീഗിന്റെ തങ്ങള് ഹാഗിയ സോഫിയ പള്ളീനെ പറ്റി ഇങ്ങനെ ലേഖനം കൊണ്ടുവരുന്നു. അതോടുകൂടി ശരിക്കും വലിയ തങ്ങൾ ഫാമിലിയിൽ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അപ്പോ അതോട് കൂടിയിട്ടാണ് സത്യത്തിൽ ക്രിസ്ത്യാനികൾ UDF-നെതിരെ തിരികെയും 2014 അവര് പിണറായി വിജയനെ വോട്ട് ചെയ്യും, അത് തുടരുകയും ചെയ്തത്. അപ്പൊ അതോട് UDF-ന് അടുത്തതല്ലാതായി പോയി. സെൻട്രൽ തിരുവിതാംകൂറിലും മലബാറിലെ തന്നെയുള്ള മലമേഖലകളിലും ഇവരുടെ അടുത്തതല്ലാതെ പള്ളിയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ആളുകളാണ് കുടിയേറ്റ കർഷകർ. മലബാറിലെ കുടിയേറ്റ കർഷകരാണ് സത്യത്തിൽ പള്ളിയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത്. കോട്ടയത്തൊന്നും വലിയ ഇമ്പാക്ട് ഉണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല. മലയോര മേഖലയിലാണ് ശക്തമായ വോട്ട്. അതുപോലെ കോട്ടയത്തല്ല, ഈ പറഞ്ഞ ഇടുക്കിയിലൊക്കെയുള്ള മലയോര മേഖലയിലെ ക്രിസ്ത്യാനികളാണ് സത്യത്തിൽ ഇപ്പോഴും സഭയായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം എറണാകുളത്തൊന്നും ഈ സഭ വന്നാൽ വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതുപോലല്ല മലയോര മേഖലയിലേക്ക് വരുന്നു. അപ്പൊ അതോടുകൂടി UDF തകർന്നു. UDF-ന്റെ തകർച്ചയുടെ ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ പക്ഷെ തങ്ങൾ തെറ്റ് മനസ്സിലാക്കി തോന്നുന്നു. തങ്ങൾ നല്ല മനുഷ്യനാണ്, ബേസ് എനിക്ക് വലിയ ഇഷ്ടം. അങ്ങനെ തങ്ങൾ ഇപ്പം അങ്ങനൊന്നും പറയാറില്ല. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ LDF-ന് തുടർഭരണം കിട്ടിയോട് കൂടിയിട്ട് ഈ സമസ്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. അത് ഈ കൺസർവേറ്റീവ് മുസ്ലിംസിന്റെ ഓർഗനൈസേഷനാണ്. ഈ മുസ്ലിംസിന്റെ റിഫോംസ് ഒക്കെ തുടങ്ങിയ സമയത്ത് ആദ്യം അതിനെ എതിർക്കി, എന്നാൽ പിൽക്കാലഘട്ടം അതിനെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉള്ള ടീമാണ്. EK വിഭാഗം സുന്നികൾ എന്ന് പറയും. AP വിഭാഗം സുന്നികൾ അതിന് മുമ്പേ പിരിഞ്ഞു പോയി. അവർ CPM-ന് അനുകൂല നിലപാട് എടുക്കുന്നതാണ്. അപ്പൊ AP വിഭാഗം സുന്നികൾക്ക് പിണറായി വിജയൻ ആനുകൂല്യങ്ങളും കിട്ടുന്നതുകൊണ്ട് ഇവർക്ക് അസൂയ തോന്നി. പിന്നെ പഴയ തങ്ങളൊക്കെ മരിച്ചതോട് കൂടിയിട്ട് ഇവരൊക്കെ പഠിപ്പിച്ച ആളുകളുടെ പുതിയ തങ്ങള്, ഈ ജഫ്രി തങ്ങളൊക്കെ പഠിപ്പിച്ച ആള് ഈ പയ്യന്മാരല്ല, ഇവർക്ക് ആ റെസ്പെക്ട് തങ്ങളുടെ ഫാമിലിക്ക് അവർ കൊടുക്കാതായി. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ കുത്തിത്തിരിപ്പ് തങ്ങന്മാരെ സാധിച്ചു. ഇങ്ങനെയൊക്കെ ആയാൽ മതി, നമ്മളെന്തെങ്കിലും ഇസ്ലാമിനൊക്കെ വേണ്ടി ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ അവരെന്ത് ലീഗ് പോരാന്ന് അവർക്കും തോന്നി തുടങ്ങി. അവരിലൊരു വിഭാഗം. പക്ഷെ ഭാഗ്യത്തിന് അവർ ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ ലൈനിലല്ല പോകുന്നത്, LDF-ലോടാണ് അവരുടെ നോട്ടം. LDF കുറച്ചും കൂടി അവർക്ക് ഒരു BJP പേടിയുണ്ട്. RSS വന്നാൽ തടയാൻ, ഫിസിക്കലി തടയാൻ CPM-മാരേ ഉള്ളൂ എന്നുള്ളത് കോൺഗ്രസ്സുകാരെ കൊണ്ടും ലീഗുകാരെ കൊണ്ടും പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പറയുന്ന ഈ ലോക്സഭാ ഇലക്ഷന് 10 സീറ്റ് കുറവാണ് UDF-ന് കിട്ടുന്നതെങ്കിൽ
അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അതൊക്കെ LDF അനുകൂലമായിട്ട് നിലപാടെടുക്കും. അതോട് കൂടിയിട്ട് ലീഗിന് ഒന്നെങ്കിൽ ലീഗ് സ്പ്ലിറ്റ് ആവും, അതല്ലെങ്കിൽ ലീഗിന് ഈ നിലപാടിലേക്ക് പോകേണ്ടി വരും. അതപ്പോൾ ലീഗിന് ഒരു പരിണാമം എന്ന് വെച്ചാൽ ആദ്യം വർഗീയ സംഘടനയായിട്ടാണ് ലീഗ് തുടങ്ങിയത്, ജിന്നയുടെ. അത് കംപ്ലീറ്റ് അവർ CHന്റെ അണ്ടറിൽ മാറ്റി സെക്യുലർ പാർട്ടി ആയിട്ടാണ് അടുത്ത കാലം മറ്റേ. പക്ഷെ ഇപ്പോൾ മതമൗലികവാദത്തിന്റെ എലിമെന്റ്സ് ലീഗിലേക്ക് പതുക്കെ നുഴഞ്ഞു കയറുന്നുണ്ട്. അത് വലിയൊരു ഭീഷണിയാണ്. അപ്പൊ ലീഗിന്റെ എങ്ങനെയായി തീരും ഈ പരിണാമം ഇനി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കുറച്ച് ഈ ലോക്സഭാ ഇലക്ഷൻ നിർണായകമാണ്. അത് ജയിക്കത്തില്ലേ? 2 സീറ്റും ജയിക്കും. അല്ല, അവരെ സീറ്റ് ജയിച്ചാൽ പോരാ. അവരെ സീറ്റ് മലപ്പുറം ജയിക്കും. പൊന്നാനി ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. പൊന്നാനി ചിലപ്പോൾ BJPക്കാര് നമ്മൾ അവസാനമായിട്ട് വരുമ്പോ ഭരണമില്ലാതെ ഒരിക്കലും അല്ല, ഭരണത്തിലൊരു സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ അത് വിട്ടു കഴിയാൻ ഭയങ്കര പാടാണ്. ഭരണത്തിന്റെ പാർട്ടിയാണ്. അപ്പൊ അടുത്ത തവണ ഈ ലോക്സഭാ ഇലക്ഷനിലും കൂടി പരാജയം വന്നു കഴിഞ്ഞാൽ അടുത്ത തവണ നിയമസഭയിലും ആര് വരും? LDF വരും. അപ്പൊ ഭരണമില്ലാതെ 15 വർഷം ആലോചിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്നതിന്റെ മാതിരി BJP ഭയങ്കര സംഭവമാണല്ലോ. അപ്പൊ ഇതിനെതിരെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരെയും വേണ്ടേ? അതിന് കോൺഗ്രസ്സുകാർക്ക് പറ്റില്ല എന്നുള്ള ഫീലുണ്ട്. അപ്പൊ ആ കാരണം എല്ലാം കൂടി പറഞ്ഞു മതവിശ്വാസികൾ BJPക്കെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രമായ തലമുയർത്തി LDFന്റെ കൂടെ. പക്ഷെ LDFന്റെ കൂടെ പോയി എങ്ങനെ അവിടെയുള്ള ഈ പറയുന്ന LDF ഹിന്ദു അല്ല EMSന്റെ കാലത്ത് CPMന്റെ കൂടെ കൂടിയാണല്ലോ അന്ന് പോയി. അല്ല അന്നത്തെ LDF അല്ല ഇന്നിപ്പോ പിണറായി വിജയന്റെ കാലത്ത് LDF ആയതുകൊണ്ട് ഒരു പക്ഷേ അല്ല, അന്ന് 2 പ്രശ്നങ്ങളുണ്ട്. EMSന്റെ കാലഘട്ടത്തിൽ ഇടതുപക്ഷക്കാര് നമ്മൾ പറഞ്ഞത് സോവിയറ്റ് നാളെ വിപ്ലവമൊക്കെ നടക്കും എന്ന് വിചാരിച്ചിട്ട് വളരെ കേട സ്വഭാവമുള്ള ആളുകളെ. ഇപ്പൊ കേട സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം വളരെ ലിബറൽ ആയിട്ടുള്ള സാധനം. കാരണം CPM അണികളുടെ ഇടയിൽ പാർട്ടി തന്നെ വിലയിരുത്തും പോലെ ജാതി ഇന്ത്യയും മത ഇന്ത്യയൊക്കെ ഉണ്ട്. ഇതിലെ ബേസിക് സാധനം എന്ന് വെച്ചാൽ ഈഴവരാണ് ഈ പാർട്ടിയുടെ ബേസ്. അവർ വളരെ സെക്യുലർ ആണ്. പക്ഷെ മുസ്ലിംസ് ഒക്കെ വൻതോതിൽ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് മുസ്ലിംസിന്റെ കയ്യിൽ പൈസയുണ്ട്, ഈ പറയുന്ന സ്വാധീനമുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലെ സപ്പോർട്ടുണ്ട്. ഇതിനൊക്കെ അങ്ങനെ അവർ പെട്ടെന്ന് ഈ പല സാധനങ്ങളും എത്താൻ സാധ്യതയുണ്ട്. അത് ഈഴവർക്ക് ചിലപ്പോഴും ഈ പഴയ ജനറേഷൻ കേഡർ ഈഴവരല്ല, പുതിയ പിള്ളേരെന്ന് വെച്ചാൽ അവർക്ക് അത്യാവശ്യം ജാതി ഇന്ത്യയൊക്കെ ഉള്ള ആളുകളാണ്. അപ്പൊ ഇതൊക്കെ അവരെ പാർട്ടിയിൽ നിന്ന് അകറ്റി അവർ പതുക്കെ BJPയിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ അത് കേരളത്തിൽ കൺസോൾട്ടേഷനിലേക്ക് ഇൻഡയറക്റ്റ്ലി നയിക്കും. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ബേസിക്കലി ഒരു മുസ്ലിം പ്രിഡോമിനന്റ് ആയിട്ടുള്ള ലിബറൽസും കോൺഗ്രസ്സുകാരെല്ലാം ഉൾക്കൊള്ളുന്ന പാർട്ടിയായിട്ട് സംഘടനയായിട്ട് LDF അപ്പുറത്ത് പതുക്കെ കോൺഗ്രസ് ഡെസിമേറ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അവിടെ BJPയും കയറി വരും. അത് ഇവരെന്തിനെയാണോ തകർക്കാൻ ശ്രമിക്കുന്നത്, തടുക്കാൻ ശ്രമിക്കുന്നത്, ഉത്തരേന്ത്യ പോലെ അതിന്റെ വളർച്ചയ്ക്ക് ഇത് കാരണമാകും. എന്തായാലും നമുക്ക് അതും കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.